പ്രൈവറ്റ് FM സ്റ്റേഷൻസ് വന്നപ്പോൾ ആ സമയത്തുള്ള ആളാണ് ഞാൻ. അതായത് 20 വർഷത്തെ പഴക്കം എനിക്കുണ്ട്. ദൈവമേ, ഇവിടെ പറഞ്ഞു ചേട്ടന്റെ ഷോ നല്ല രസമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. ഞാൻ വായിക്കുന്ന സമയത്ത് ട്രോൾ ഇല്ല. ചേട്ടൻ വായിക്കുന്ന സമയത്ത് ഞാൻ പോലും ഇല്ല, പിന്നെ ട്രോള്. ഇവിടെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം പറയാം, ആ ചേട്ടാ വെള്ളം കിട്ടണില്ല, എന്തെങ്ങനെയായിരിക്കും പറയാം. ഇപ്പൊ നിങ്ങൾ ചെന്ന് ബൈറ്റ് എടുത്ത് നോക്കണേ, ഇവിടെ ഇപ്പോൾ ജലം ദൗർബല്യം എക്സാക്ട്ലി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്, ഞങ്ങൾ മാപ്രാന്ന് വിളിക്കും. ഒരു പറ്റം മാപ്രകളാണ് എന്റെ ചുറ്റുമിരിക്കുന്നത്. നമസ്കാരം. വളരെ പരമ്പരാഗതമായി വളരെ സന്തോഷത്തോടെ പാരമ്പര്യത്തെ മുൻനിർത്തി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതിന്ന് തിരുവോണ നാളിൽ എത്തി നിൽക്കുകയാണ്. ഈ തിരുവോണ നാളിൽ ഏറെ സന്തോഷത്തോടെ പുതിയൊരു പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പുതുമയും പാരമ്പര്യവും. അപ്പോൾ പുതുമയും പാരമ്പര്യവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് തന്നെ. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിൽ വാർത്ത എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആളിൽ നിന്ന് തുടങ്ങട്ടെ. കേരളം മുഴുവൻ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന സമയത്ത് വാർത്ത ലൈവ് പോവുകയാണ്, ഞാനാണ് വാർത്ത വായിക്കാൻ പോകുന്നത്. ആദ്യമായാണ് ഇത്തരമൊരു രീതി പരീക്ഷിക്കപ്പെടുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവിൽ കയറി ഇരിക്കുകയായിരുന്നു. എന്തായിരുന്നു സാറിന്റെ ആ സമയത്തെ മാനസികാവസ്ഥ? ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കാര്യം, അത് തന്നെയായിരുന്നു മാനസികാവസ്ഥ. എന്താണെന്ന് വെച്ചാല് ബ്ലാങ്ക് ആയിരുന്നെന്നാണോ? അല്ല, ബ്ലാങ്ക് എന്നല്ല. 85 ജനുവരി 2-ാം തീയതി ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ പറഞ്ഞല്ലായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ടെലിവിഷനിലൂടെ ഒരു വാർത്ത പ്രസന്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമായിരുന്നു തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യത്തെ സെലക്ഷനിൽ വന്ന 16 പേരുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ആരാണ് ആദ്യത്തെ ബുള്ളറ്റിൻ വായിക്കാൻ പോകുന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ അവിടെ കാരണം അവിടെ വേറെ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ് ഓരോരുത്തരും. ഒരു ഓഡിയൻസ് ഉണ്ട്, സ്റ്റേജിൽ പല പല പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ പ്രോഗ്രാംസ് എല്ലാം തീരുന്നതിന് കുറച്ചു മുമ്പായിട്ട് അന്നത്തെ ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരായിരുന്ന ബൈജു ചന്ദ്രനും ചാമിയാരും രണ്ടുപേരും എന്നെ വിളിപ്പിക്കുന്നു. എന്നെ വിളിപ്പിച്ച് അപ്പൊ ഞാൻ ആ സ്റ്റേജിന്റെ സൈഡില് അവിടെ നിന്നിട്ട് എന്നോട് പറയാണ്, കണ്ണനാണ് നാളെ ആദ്യത്തെ ബുള്ളറ്റിൻ വായിക്കേണ്ടത്. അപ്പൊ എന്തായിരുന്നു മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടിയാണോ, മറ്റേ തല കറങ്ങി വീഴലായിരുന്നോ, എന്തായിരുന്നു ആ സമയത്ത്? എല്ലാം കൂടെ. ഇപ്പൊ ഈ പറഞ്ഞ ലഡ്ഡുവും തലക്കറങ്ങലും എല്ലാം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഒരു ഞെട്ടലായിരുന്നു. ഇപ്പൊ അന്നത്തെ ഒരു സംഭവം. അപ്പൊ അടുത്ത ദിവസം പ്രിപ്പയർഡ് ആയിട്ട് വരണം, എങ്ങനത്തെ ഷർട്ട് ഇടണം. കാരണം ഞങ്ങളുടെ അന്നത്തെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ആണെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ തയ്യാറാക്കി വെച്ച് അടുത്ത ദിവസം വാർത്ത വായിക്കാനായിട്ട്. അപ്പോൾ അന്ന് അവിടെ ന്യൂസ് റൂമിൽ പ്രത്യേകിച്ച് ന്യൂസ് എഡിറ്റർ ഇല്ല, മറ്റ് സ്റ്റാഫ് അങ്ങനെ ആരുമില്ല. അപ്പോൾ ഈ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് ആയിട്ടുള്ള 2 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ പത്രങ്ങൾ വഴിയും അല്ലാതെ ഫയർ സ്റ്റേഷനിൽ വിളിച്ചും കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചും അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ വിളിച്ച് വാർത്തകളൊക്കെ കളക്ട് ചെയ്തെടുത്ത് ആണ് ഈ സംഭവം പ്രസന്റ് ചെയ്യുന്നത്. ഓ, അത് ശരിയാണല്ലോ. ഫോണ് ഒക്കെ ഒന്നുമില്ല, ടെലിപ്രിന്റർ ഇല്ല, ഒരു സാധനമില്ല. അങ്ങനെ വലിയ ധൈര്യശാലിയായിട്ട് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി സ്റ്റുഡിയോയിൽ ചെന്നിരുന്നു. അപ്പൊ തുടങ്ങാനായിട്ട് ഒരു 4-5 സെക്കൻഡ്. അപ്പൊ അവിടെ ക്ലോക്ക് ഇങ്ങനെ പഴയ ഈ ഡിജിറ്റൽ ക്ലോക്ക് അതാണ്, അത് ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പം ഭയങ്കര ധൈര്യമായിരുന്നു അതിന് മുമ്പ്. അപ്പൊ അത് കഴിഞ്ഞ് ഫ്ലോർ മാനേജർ ക്യാമറയുടെ മുമ്പ് നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കും. അതാണ് നമുക്കുള്ള ക്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാണിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞെട്ടിക്കിടുങ്ങിപ്പോയി. കാരണം അപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്, പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ മുമ്പേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഒരു ക്യാമറയുടെ മുമ്പേ ഇരിക്കുന്നുള്ളൂ, അവിടെ ആകെ 4-5 പേരെ ഉള്ളൂ താനും. അപ്പോഴായിരുന്നു ആ ഒരു സാധനം തലയിലേക്ക് വന്നത് അല്ലേ? ലഡ്ഡു അല്ല. അപ്പൊ അങ്ങനെ ഒരു ഉൾക്കിടിലം ആ സമയത്തുണ്ടായി. പിന്നെ അതങ്ങ് മാറി. 2-3 ബുള്ളറ്റിൻ വായിക്കുമ്പോഴൊക്കെ മാറി. ആദ്യത്തെ വായിച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരുന്നു? ഇല്ല, ഒന്നും പറ്റിയില്ല. ഓ മൈ ഗോഡ്. പലതവണ ഇങ്ങനെ വായിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണോ പോയിരുന്നത്? അല്ല, വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത ബുള്ളറ്റിനാണ്. നമ്മുടെ അവിടുത്തെ സ്റ്റാഫ്, നമ്മുടെ കൂട്ടുകാർ, ഈ സെലക്ഷൻ കിട്ടിയ ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ചെയ്തെടുത്ത ഒരു സംഗതിയാണ്. പിന്നെ
പ്രൊഡ്യൂസേഴ്സൊക്കെ ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നുള്ള നന്നായിട്ട് അറിയാം. അതിലെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് തലേ ദിവസം നടന്ന നമ്മുടെ കേന്ദ്രത്തിന്റെ ഇനോഗ്രേഷൻ തന്നെയാണ്. വാർത്താ അവതാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെലിബ്രിറ്റിയാണ്. പക്ഷേ നമ്മുടെ ശബ്ദം മാത്രം കൊണ്ടുള്ള സെലിബ്രിറ്റിയാണ് നമ്മൾ. രാധാകൃഷ്ണ സാർ ആദ്യമായിട്ട് അങ്ങനെ വായിച്ചപ്പോഴത്തേക്കും എന്തായിരുന്നു, അതായത് ആളുകൾക്ക് എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊരു തോന്നൽ വന്നിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല വീണ. ആണോ? അത് ഞാൻ ആദ്യം ചെയ്യുന്നത് വാർത്താ തരംഗിണിയാണ്. ആകാശവാണി കോഴിക്കോട് വാർത്താ തരംഗിണി എന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് വാർത്ത ഒരു 3-4 സ്ഥാനങ്ങൾ, ഒരു 3-4 പ്രോഗ്രാംസിന്റെ ക്ലിപ്പിംഗ്സ് നമ്മൾ കൊടുക്കും. ആ ഓരോ പ്രോഗ്രാമും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ജോലി. ഓരോരുത്തർ പറഞ്ഞാൽ അനൗൺസ്മെന്റും കോമ്പയറിംഗും ചേർന്നൊരു ഏർപ്പാടായിരുന്നു. ചാറ്റ് ഷോസ് ഒക്കെ ചെയ്യും. ഞാൻ ഒരുപാട് ആസ്വദിച്ച ഒന്നാണ് ലൈവ് ചാറ്റ് ഷോ എന്ന് പറയുന്നത്. ശരി, സീരിയലുകളിൽ വരെ അഭിനയിക്കുന്നുണ്ടെന്ന് ഒരു കരക്കമ്പി ഞാൻ കേട്ടു, സത്യമാണോ? എന്നൊക്കെ പറയപ്പെടുന്നു. കൗമുദിയുടെ തന്നെ ഒരു ശീലം അഭിനയിച്ചിരുന്നു, അങ്ങനെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് വന്നു. അപ്പോൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 8 വർഷം ഉണ്ടായിരുന്നു. ഞാൻ പ്രോഗ്രാമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് അന്ന് ഞാൻ ആകാശവാണിയിലെയും ദൂരദർശനിലെയും ആൾക്കാരെ എങ്ങനെ വാർത്ത വായിക്കണം, എങ്ങനെ അനൗൺസ് ചെയ്യണം, എങ്ങനെ കോമ്പയർ പഠിപ്പിക്കുന്ന ജോലിയായിരുന്നു. അത് വളരെ രസകരമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഭാരതീയ വിദ്യാഭവനിൽ പഠിപ്പിക്കാൻ പോയി. UGC കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ 3 വർഷം കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ പഠിപ്പിക്കാൻ പോയി. ഒരു സ്റ്റുഡന്റാണ് ഞാൻ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി അളകനന്ദ ചേച്ചിയോട് ചോദിക്കട്ടെ. എല്ലാവരും ചേച്ചിയോട് എല്ലാ തവണയും ചോദിക്കുന്ന, ചേച്ചി പറഞ്ഞു ഉത്തരം പറഞ്ഞ് മടുത്ത ആ ചോദ്യത്തിലേക്ക് വരട്ടെ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ ചേച്ചി? അതെനിക്ക് അറിയാം, പക്ഷെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല അത് അറിയണമെന്ന്. ആ അറിയാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട്. അതെ, ഞങ്ങളൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരല്ലേ. അതാണ് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറയാനല്ലേ? സീക്രട്ട് ആണ് ഒന്ന്. ഇല്ല, ഒരു സീക്രറ്റും ഇല്ല. ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ, ഒരുപാട് സ്ട്രെസ് തലയിൽ കയറ്റി വെക്കാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ആംബിഷൻസ് ഇല്ല. ഒരു ഹാർഡ് കോർ പ്രൊഫഷണൽ ആംബിഷൻ, കരിയർ ഓറിയന്റഡ് അങ്ങനെ ഒന്നും അല്ല ഞാൻ. ഞാൻ വളരെ ഈസി. അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നുന്നത്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഹാർഡ് കോർ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാനല്ല, പക്ഷെ എന്റെ വഴിക്ക് വരുന്നതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരു കരിയർ ഡ്രിവൺ ഒരാളല്ല. അതുകൊണ്ട് തന്നെ വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ല, മനസ്സിലേക്ക് എടുക്കാറില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്നും ചെറുപ്പമായിരിക്കും എന്നാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത്. വേണം വിചാരിക്കാൻ. അതുപോലെ ഇതേ ചോദ്യം എനിക്ക് ഒരാളോട് കൂടെ ചോദിക്കേണ്ടതുണ്ട്. ഇതായിരിക്കുന്നു മായ ചേച്ചി. ഞാനിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. മായ ചേച്ചി ഇങ്ങനെ വളരെ തമാശയായിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ മോളും പേരക്കുട്ടിയും കൂടെ ഞങ്ങൾ ഗുരുവായൂർ നൃത്തമൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, പേരക്കുട്ടി എത്ര വയസ്സാണ്? 2 വയസ്സാണോ? അല്ല, മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. എനിക്ക് നെഞ്ചുവേദന ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത്. എങ്ങനെ ചേച്ചി ഇത് സാധിക്കുന്നു? അതിനോട് ഡാൻസിനോട് പാഷൻ പണ്ടേ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ജോലിയുടെ ഇതുകൊണ്ട് കുറേ കാലം അത് വിട്ടു നിൽക്കേണ്ടി വന്നു. റിട്ടയർ ചെയ്തപ്പോ ഫ്രീ ആണല്ലോ, വീണ്ടും തുടങ്ങി. പിന്നെ മകള് മുമ്പേ ചെയ്യുമായിരുന്നു, കൊച്ചുമകളും ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ഒന്നിച്ച് വരാനായിട്ട് ഇതുവരെ ഒരു സന്ദർഭം ഉണ്ടായില്ല. അത് ഇപ്പോഴാണ് അത് സാധിച്ചത്. എല്ലാ വാർത്താ ചാനലുകൾ എടുത്താലും അതിന്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഒരാളാണ് ചേച്ചി. അവിടെ നിന്ന് ഒത്തിരി ഇങ്ങനെ കടന്നു വന്ന ഇന്നത്തെ പുതിയ വാർത്താ അവതാരകരെ കാണുമ്പോൾ ചേച്ചി എന്താ ചിന്തിക്കാറുള്ളത്? എനിക്ക് ഇങ്ങനെയൊക്കെ വാർത്ത വായിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം കുറേ മാറ്റങ്ങളിലൂടെയാണ് ഞാനും കുറേ കടന്നു വന്നത്. പക്ഷെ എനിക്ക് ശേഷമുള്ളവർ അതിലേറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മളന്ന് ഇങ്ങനെയാണ് ചെയ്തത്, ഇവർക്ക് അതിലും കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷം. ചേച്ചി ഒരു ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചിട്ടുണ്ടോ? ദൂരദർശനിലാകുമ്പോൾ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തെന്ന് ചോദിച്ചാലൊന്നും നമുക്ക് ഓർമ്മയില്ല. കാരണം ആ വായിക്കുമ്പോൾ അത് അപ്പോൾ ഓർമ്മയുണ്ടാവും. അത് 2 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ. അനുജ ചേച്ചിയിലേക്ക് വരട്ടെ. ചേച്ചി, നമ്മൾ എപ്പോഴും വാർത്ത കാണുമ്പോൾ ചേച്ചിയെ ചിരിക്കുന്ന മുഖത്തോടെ കാണുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമൽ പരിപാടികളിൽ മാത്രമാണ്. വാർത്ത വായിക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖത്തിന് ഒരു ഭയങ്കര ഗൗരവമാണ് വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുൻകൂട്ടി ചെയ്യുന്നതാണോ, അറിയാതെ സംഭവിച്ചു പോകുന്നതാണോ? ഒരിക്കലും അല്ല. മുൻകൂട്ടി അങ്ങനെ ഇനി ഞാൻ ഗൗരവത്തിലേ ഇരിക്കും അങ്ങനൊന്നുമില്ല. കുറച്ച് ഗൗരവം ഉണ്ട്. അതിപ്പം നമ്മൾ അത്രയും അടുപ്പമുള്ളവരോടൊപ്പം ചേരുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയിട്ടൊക്കെ. അല്ലെങ്കിൽ കുറച്ച് ഗൗരവം. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ന്യൂസ് നമ്മളിങ്ങനെ കുറച്ചുകൂടി അതൊരു സീരിയസ് അഫെയർ ആണ് എന്നൊരു ചിന്ത എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ അവതരണ രീതികളൊക്കെ മാറിയല്ലോ. ഇപ്പൊ 24 ആണ് ഇതിനൊക്കെ തുടക്കം ഇട്ടത്. അതിന്റെ ഒരു ലാസ്റ്റ് ഫേസ് ഈ രീതിയിൽ ഇൻഫോർമലായി. അപ്പൊ ഞാൻ അവിടെ ഉണ്ട് തുടക്കം മുതലേ. അപ്പൊ അങ്ങനെ കുറെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി പറയേണ്ടത് പ്രേക്ഷകരാണ്. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് മറ്റുള്ള ബുള്ളറ്റിനുകൾ കണ്ട്
നോക്കാം. ചേച്ചി ഇനി ചിരിക്കുന്ന മുഖത്തോടെ വാർത്ത വായിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. തീർച്ചയായും. ഇനി രാജേശ്വരി ചേച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൂരദർശന്റെ ആ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് ആ അനുസരിച്ചുള്ള കൃത്യനിഷ്ഠമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആ മലയാളത്തിന്റെ സ്ഫുടത വിടാതെ കൃത്യമായി സംസാരിക്കുന്ന വാർത്ത വായിക്കുന്ന രാജേശ്വരി ചേച്ചി, ഇങ്ങനെയൊക്കെ വായിച്ചാലും ചേച്ചിയുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും മണ്ടത്തരം ലൈവിലിരുന്ന് സംഭവിച്ചിട്ടുണ്ടോ? മണ്ടത്തരം തെറ്റു പറ്റിയിട്ടുണ്ട്. ലൈവല്ലേ? അപ്പൊ എത്രയായിരുന്നാലും ദൂരദർശൻ ഞങ്ങളെ ലൈവ് തന്നെയാണ് ഇതുവരെയും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂസ്. ലൈവേ ചെയ്തിട്ടുള്ളൂ, റെക്കോർഡ് ന്യൂസ് ഒന്നും ഇല്ല. അപ്പൊ ലൈവിൽ എന്തെങ്കിലും അബദ്ധം പറ്റാതിരിക്കില്ലല്ലോ. ചേച്ചിയുടെ ഓർമ്മയിലുള്ള അബദ്ധം എന്താണ്? ഓർമ്മയില് ഈ ചില പേരുകൾ വായിക്കുമ്പോൾ അത് നമ്മൾ വിചാരിക്കാത്ത ഇതില് തെറ്റു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പിന്നെ ഒരു പേര് ചേച്ചിയുടെ ഇപ്പൊ ഓർമ്മയിൽ വരുന്നുണ്ടോ? പേര് നമ്മുടെ ക്രിക്കറ്റിലെ നവജോത് സിംഗ് സിദ്ധു, അത് വായിച്ചപ്പോ എനിക്കൊന്ന് ഉടക്കിപ്പോയി, നല്ലോണം തെറ്റി. പിന്നെ കറക്റ്റ് ചെയ്യുമല്ലോ, എങ്കിലും എനിക്ക് തന്നെ അത് ചിരി വന്നു പോയി വായിച്ചപ്പോൾ. പിന്നെ ഒരു അബദ്ധം എന്ന് പറഞ്ഞത്, നമ്മളിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നുള്ളതിന് ഞാൻ അന്ന് ആദ്യകാലത്ത് നിർവഹിച്ചു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. നടക്കാൻ പോകുന്ന കാര്യം നടന്നു എന്നുള്ളത്, അതൊക്കെ അങ്ങനെ മനസ്സിലങ്ങ് വിചാരിക്കുമല്ലോ, ഇത് ഇങ്ങനെയാണ് എഴുതി വരാൻ പോകുന്നത് നമ്മളങ്ങ് വിചാരിക്കുമല്ലോ. അങ്ങനെ വായിച്ചു പോകുന്നതാണ്, മനഃപൂർവ്വം അല്ലല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ പുതിയ ചാനലുകളൊക്കെ, പുതിയ ന്യൂസ് ചാനലുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല 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 അല്ലേ? ഞാനിങ്ങനെ ദൂരദർശൻ ആ രീതി തന്നെയാണ് തുടരാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അന്ന് മുതൽ ഇന്ന് വരെയും ദൂരദർശനിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഒരു റേഡിയോ കാര്യത്തിലേക്ക് വരട്ടെ. റേഡിയോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടങ്ങളിലെ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ഷരസ്ഫുടതയൊക്കെ ഭയങ്കര മറ്റേ കഠിന സംസ്കൃതമായിരുന്നു ഇവര്. ആ സാധനമൊക്കെ മാറ്റിപ്പിടിച്ച ഒരു റേഡിയോ ജോക്കി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്? അല്ല, പ്രൈവറ്റ് FM സ്റ്റേഷൻസ് വന്നപ്പോൾ ആ സമയത്തുള്ള ആളാണ് ഞാൻ. അതായത് 20 വർഷത്തെ പഴക്കം എനിക്കുണ്ട്. ദൈവമേ, ഇവിടെ പറഞ്ഞു അല്ല, തൊട്ടടുത്ത് ഹേമന്ത് ഇരിക്കുന്നതാണ് എനിക്കും ഒരു സമാധാനം. ഹേമന്ത് ഇനി ന്യൂജൻ എന്ന് പറയാൻ നമുക്കത് ഉണ്ടെന്ന്. വീണയ്ക്ക് അത് തരില്ല ഞങ്ങൾ. അപ്പൊ ആ ഒരു സമയത്ത് പ്രൈവറ്റ് FM സ്റ്റേഷൻസ് അപ്പോഴുള്ളത് നമുക്ക് എന്ന് പറയാൻ ഒരു പൂർവികർ എന്ന് പറയുന്ന അവര് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്, രാധാകൃഷ്ണ സാറാണ്. അതെ അതെ, നമുക്ക് ഏറ്റവും അധികം ബഹുമാനത്തോടെ നമ്മൾ അന്ന് കേട്ടോണ്ടിരുന്ന. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു FM സ്റ്റേഷൻസ് ഒക്കെ വരുന്നു എന്നുള്ളത് പ്രൈവറ്റ് ആയിട്ട്. അന്ന് വരുന്ന സമയത്ത് കയറിയ ഒരാളാണ് ഞാൻ. അന്ന് ഞങ്ങൾക്ക് 1 വർഷത്തോളം ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളെ ഓൺ എയറിൽ കയറ്റിയത്. ഇവരെ കയറ്റാൻ കൊള്ളാമോ എന്നൊക്കെ അവർ പരീക്ഷിച്ചിട്ടാണ് ഞങ്ങളെ കയറ്റിയത്. നമുക്ക് റേഡിയോയിൽ പ്രൈവറ്റ് FM സ്റ്റേഷൻസിൽ വാർത്തയില്ല, വാർത്ത വായിക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് പത്രം തരും. എന്നിട്ട് അതിനനുസരിച്ച് പിറ്റേ ദിവസം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറയും. എങ്ങനെ ഇത് വാർത്തയല്ലാതെ റേഡിയോയിൽ പറയും, അങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ വെരി വെരി ടഫ്. പക്ഷേ ഇറാൻ ആണവ കരാർ അതെങ്ങനെ നമ്മൾ വാർത്തയല്ലാതെ ആ വാർത്ത എടുക്കത്തില്ല, അതിവിടെ പോകത്തില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന വാർത്തകൾ നമ്മളെ ലിസണേഴ്സിനോട് പറയണമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുണ്ട്, അറിയിക്കേണ്ടത് നമ്മുടേതായിട്ടുള്ളൊരു വേർഷനിൽ നിങ്ങളോട് 1-to-1 കോൺവെർസേഷൻ ആണ് ഓൾവേസ് റേഡിയോ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ രാജേഷ് ചേച്ചിയോട് പറയുന്നു, അല്ലെങ്കിൽ മായച്ചിയോട് പറയുന്നു, ഞാൻ സാറിനോട് പറയുന്നു. 1-to-1 കമ്മ്യൂണിക്കേഷൻ. കേൾക്കുന്നത് മാസമായിട്ടുള്ളൊരു ഓഡിയൻസ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഈ അക്ഷരസ്ഫുടതയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ശബ്ദത്തിന് റേഡിയോയിൽ സത്യം പറഞ്ഞാൽ ടു ബി വെരി ഓണസ്റ്റ് വലിയ പ്രാധാന്യമില്ല. എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഒരു കാര്യം തന്നാൽ എങ്ങനെ നിങ്ങൾ ചെയ്യും, അത് ഒന്ന് ചെയ്ത് കാണിക്കുന്നു മാത്രം പറയും. അതിന് നന്നായിട്ട് അവർക്ക് പറയാനൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ശബ്ദത്തിന് പ്രാധാന്യം ഇന്നത്തെ റേഡിയോയിൽ സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിട്ടെ, പുതുമുഖ FM സ്റ്റേഷനിലെ പൂർവികയായ RJ സുമി വളരെ പുതുമുഖമായ ഹേമന്തിന് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഹേമന്തിന്റെ ഫാനാണ് ആക്ച്വലി ഞാൻ. അഡ്വൈസ് കൊടുത്തു അല്ല, അഡ്വൈസ് കൊടുക്കാൻ 6 വർഷത്തോളം ആയി. അദ്ദേഹം അതില് 6 വർഷമായിട്ടുണ്ട്. ഒരു വലിയ ന്യൂജൻ എന്നാണ് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ ഇതിൽ അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. ഹേമന്ത് ചെയ്യുന്ന ഷോസ് ഞാൻ നന്നായി കേൾക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ മാത്രമേ കേൾക്കൂ. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഹിന്ദി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. മലയാളം കുറച്ച് കൂടുതൽ പഠിക്കട്ടെ, എന്റെ ഒരു അഡ്വൈസ് ആണ്. കുറച്ച് മലയാളം കൂടുതൽ ചെയ്യൂ കേട്ടോ, നല്ലതായിരിക്കും. കാരണം നമുക്ക് മലയാളം ഓഡിയൻസ് ആണ് കുറച്ച് കൂടുതൽ. ഹിന്ദി അല്ലേ? പക്ഷെ ഹേമന്ത് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ? അപ്പൊ വാർത്ത വായിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ വാർത്ത വായിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും ഭയങ്കര അത്ഭുതമാണ് ഈ വാർത്ത വായിക്കുക. വാർത്ത ഇങ്ങനെ എനിക്ക് ബേസിക്കലി മലയാളം ഞാൻ പഠിച്ചത് വളർന്ന ഡൽഹിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം കുറച്ച് സമയം ഞാൻ 2017 എത്തുമ്പോൾ മലയാളം ഭയങ്കര കമ്മിയായിരുന്നു. ഹിന്ദി അറിയാം എന്നുള്ള ഒറ്റ
ഒറ്റ മാനദണ്ഡം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണേ. ഞാൻ RJ ആയിട്ട് കയറിയത്. എനിക്ക് അതായിരുന്നു എന്നെ റേഡിയോയിലേക്ക്. അതെ അതെ അതെ. ഞാൻ കേരളത്തില് ഇപ്പോഴും ചെയ്യുന്ന ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരാളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ ഷോയുടെ പേര് ബിന്ദാസ് ബ്ലോക്ക് ബസ്റ്റർ ആണ്. അപ്പൊ അത് ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള പാൻ ഇന്ത്യൻ ഷോസിനെ പറ്റി മാത്രം പറയാ, ഹിന്ദിയിൽ മാത്രം സംസാരിക്കുക കൂടുതലും. പിന്നെ ഞാൻ അതിനെ പതുക്കെ ഹിന്ദി ആക്കി, പിന്നെ ഒരു ലിങ്കിൽ കുറച്ച് മലയാളം ആക്കി, ഒറ്റ ലിങ്കിൽ തന്നെ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തന്നെ മിക്സ് ചെയ്ത് പറയാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ കണക്ട് ആവും. ചില ആൾക്കാർ എന്നോട് സോറി ടു ഇന്ററപ്റ്റ്, ഹിന്ദിയിൽ പിന്നെ മലയാളം കൂടി ആഡ് ഹിന്ദിയിൽ സംസാരിക്കുന്ന കേട്ടിട്ട് അതിന്റെ ഇടയിൽ മലയാളം പറയുമ്പോൾ അത് ഹിന്ദിയാണോ മലയാളമാണോ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് എന്ന് തോന്നാറുണ്ട്. അത് എനിക്കതിന് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറി ഉണ്ട്. കാരണം എനിക്കൊരു ലിസ്ണർ എന്നോട് മെസ്സേജ്, ഓൾ കേരള ഷോ ആണ്, കണ്ണൂരിൽ നിന്നൊരു ഒരു ലിസ്ണർ മെസ്സേജ് അയച്ചു, ചേട്ടന്റെ ഷോ നല്ല രസമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചേട്ടൻ. അപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഹിന്ദി, കണ്ണൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ഹിന്ദി അത്രയും അവർ ഹിന്ദി പാട്ടുകളും ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പക്ഷെ ഹിന്ദി അത്രയും ഞാൻ ഡൽഹി പഠിച്ചതുകൊണ്ട് എന്റെ ഹിന്ദി കുറച്ച് ഫാസ്റ്റാണ്. അപ്പൊ അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ മലയാളം മിക്സ് ചെയ്യാം, കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എത്തണമല്ലോ. അപ്പൊ ഒരു 10 പേര് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ജോലി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തു. പക്ഷെ ചേട്ടന്റെ പരിപാടി നല്ല രസമാണ്. പക്ഷെ ഒന്നും മനസ്സിലാവണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായത്? കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ അതോ ഇവൻ എനിക്കിട്ട് താങ്ങിയതാണോ? ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ മലയാളത്തിൽ റിപ്ലൈ കൊടുത്തു. അപ്പൊ ചേട്ടന് മലയാളം അറിയാമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അറിയാം. എന്നാ പിന്നെ ചേട്ടൻ മലയാളത്തിൽ പറഞ്ഞുവിടാം മോനെ. പക്ഷേ ഈ ഷോയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളി ലുലുമോളുടെ അടുത്ത് ഉണ്ടായ സംഭവം കേട്ടോ. ബംഗാളിൽ നിന്ന് ഇവിടുന്ന് ദോശ ചൂടുന്ന ചേട്ടനാ, അവിടെ തട്ടുകെട്ടിട്ടിരിക്കുക. പുള്ളി ഒരു ദിവസം ഷോയിൽ എന്നെ വിളിച്ചു. भैया मैं यहाँ से बोल रहा हूँ, मैं यहाँ पे दोसा करता हूँ, आपका ഫാൻ हूँ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അപ്പൊ തൊട്ട് എനിക്കൊരു പേര് വന്നു. ബംഗു ബംഗു തന്നെ വിളിക്കാറുണ്ട്. പേര് ബംഗു ബംഗു. അതെ. ഇനി വാർത്താ അവതാരകരെ താരതമ്യേന ചെറുപ്പമായിട്ടുള്ള അപർണയിലേക്ക് എത്തട്ടെ. അതായത് ഒരു വല്ലാത്തൊരു ട്രാൻസിഷൻ ഫേസിലല്ലേ നിൽക്കുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള സാധനവും പിടിക്കാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര ജെൻസി വൈബും പിടിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടുന്നുണ്ടോ സത്യത്തിൽ? കഷ്ടപ്പെടുക എന്നല്ല, എനിക്ക് തോന്നുന്നു ഞാനതൊരു വളരെ സ്ലോ ആയിട്ട് ആ ഒരു ഫേസിൽ കൂടെ എങ്ങനെ കടന്നു വരുമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ തുടക്കത്തിൽ ഇപ്പം വാർത്ത വായിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പം നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ഇപ്പം ഒരു തെറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാക്ക് വായിച്ച തെറ്റ് വരിക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു പോവുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതൊരു ഫോൾട്ടാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ന്യൂസ് ചെയ്യുന്നത്, അത് ഒരു ഫോൾട്ടാണ്. ആ ഫോൾട്ടിനെ നമ്മൾ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു, അങ്ങനെയാണ്. കവറപ്പ് ചെയ്യാൻ ശ്രമിക്കില്ല, ഒരു മിസ്റ്റേക്ക് ആണ് ആ സമയത്ത്. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ന്യൂസ് ചാനൽസ് ഒരു ഇച്ചിരി ലൈറ്റ് ആയി തുടങ്ങി. അപ്പൊ മാതൃഭൂമി ചെന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ പറ്റിയ ഈ ഫോൾട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അങ്ങ് വിടുമായിരുന്നു. എനിക്കൊന്ന് അതെ ഞങ്ങൾ അന്ന് ഞാനെന്നിട്ട് അതിനുശേഷം ന്യൂസിലാൻഡിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ന്യൂസ് ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പൊ നോക്കിയപ്പോൾ എണ്ണിട്ട് തീരുന്നില്ല. വെള്ളിയും വെങ്കലവും എന്ന് പറഞ്ഞപ്പോ വെങ്കിളിന്നായി പോവുക, അങ്ങനെ ഇടയ്ക്ക് പറ്റുക. പിന്നെ നമ്മുടെ ആക്ട്രസ് സനുഷ വന്നപ്പോ ഡെഫ് ഇത് പഠിച്ചപ്പോ ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ മാറിപ്പോയി. നമ്മളൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് അടുത്ത മൂവി എന്താ ചോദിക്കുമ്പോൾ സനുഷ പറയും വീട്ടിലിപ്പോൾ അവിയല വെച്ചിരിക്കുന്നത്, അതിന് സെറ്റ് ആവണില്ല അങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ അയ്യോ നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ ഇതൊക്കെ കയറിപ്പോ. ഇനിയിപ്പം എനിക്ക് തോന്നുന്നേ കുറച്ച് ഇതൊക്കെ വേണം ഇനി ഇതൊരു ന്യൂസിൽ കുറച്ചുകൂടെ പ്രേക്ഷകർ റിലേറ്റ് ചെയ്യുന്നത് കുറെ കൂടി ഇങ്ങനത്തെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ വരട്ടെ. അപ്പം ആ ഒരു മോഡിലേക്ക് വരിക. അപ്പം നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആക്കണം, നമ്മൾ കുറച്ചുകൂടെ തമാശ പറയണം, അങ്ങനെ ഒരു മോഡിലേക്ക് വരിക. പക്ഷേ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നേരത്തെ അനുശേഷി പറഞ്ഞ പോലെ ന്യൂസ് അല്ലേ, ന്യൂസ് സീരിയസ് ആയിട്ട് തന്നെ വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജേർണലിസ്റ്റ് ആണ് ഞാനും പഠിച്ചത്. അപ്പം നമ്മുടെ സിനിമ മാറുന്നു, പാട്ട് മാറുന്നു, ഇന്റർനെറ്റ് മാറുന്നു, അങ്ങനെ എല്ലാം മാറുകയാണ്. അപ്പൊ ഈ മാറ്റത്തിന്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ മാറി മാറി കുറയ്ക്കുമ്പോൾ പരിപൂർണമായിട്ട് മാറുമോ? ഇനി ഇങ്ങനെയൊന്നും അല്ലാത്ത ഷോർട്ട് ന്യൂസിന്റെ ഒരു കാലം വരും. അതായത് നമുക്കൊരു ഇപ്പൊ റീൽസ് പോലെ അതിനപ്പുറം ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല. ഡിബേറ്റുകൾ ഇപ്പൊ ഇനിയിപ്പോ വേണോ വേണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എവിടെയാണ് ഒരു 10 വർഷത്തിന് ശേഷം ന്യൂസ് ആങ്കറിങ് എന്താണ്? ഇനി ആങ്കേഴ്സ് വന്നിരുന്ന് വായിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 10 പേര് അപകടത്തിൽ മരിച്ചു അങ്ങനത്തെ ഒരു നിർഭാഗ്യകരമായിട്ട് വാർത്തയൊക്കെ വരുമ്പോൾ അത് അവർ ആ എക്സ്പ്രഷൻ കൂടെ വെച്ച് വായിക്കുമോ? ഇപ്പം ആങ്കേഴ്സ് ഒക്കെ തുടങ്ങി, അങ്ങനെ വായിക്കുമോ? ചിരി വരുമ്പം അത് ആൾക്കാരെ എങ്ങനെ റിലേറ്റ് ചെയ്യും? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയൊരു വലിയൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് അല്ലേ? അറിയില്ല, നമുക്ക് പണിയില്ലാണ്ടായി പോവോ? അല്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയണേ, എനിക്ക് പക്ഷെ ഉറപ്പാണ് നന്ദിച്ച എപ്പോഴും അങ്ങനെ തന്നെ. അപ്പോഴും അവിടേക്കാണല്ലോ പോയത്. ആങ്കേഴ്സിനോട് ആരും മത്സരിക്കുന്നില്ല. എന്റെ പൊന്നെ ചേച്ചി, ഞാനുണ്ടാവില്ല, ഞാൻ അപ്പത്തേക്ക് വിരമിക്കും. ചേച്ചിക്ക് അങ്ങനെ
വിരമിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? വാർത്താ അവതാരകരിലെ മമ്മൂട്ടി വിരമിക്കണം അങ്ങനെ ആഗ്രഹമുണ്ടോ? ചിലപ്പോ തോന്നാറുണ്ട് മതിയാക്കിയാലോ ഒന്ന്. അത് ചോദിച്ചപ്പോ മായ ചേച്ചി എന്തുകൊണ്ടാ നിർത്താൻ തീരുമാനിച്ചേ? ഇതുപോലെ മതിയായിട്ട്. മാറ്റി നിർത്തിയോ? അല്ല, അതൊരു ചോദ്യം എല്ലാവരും ഇപ്പൊ ഏത് ചാനലിലാന്നാണ് എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ശരിയാ, ഞാനും അത് അതില് കണ്ടു, ഇതില് കണ്ടു. ഞാൻ പറഞ്ഞു എന്നെ ഒന്നിലും കാണില്ല. അല്ല, ഞാൻ ഇന്നലെയും കൂടിയും കണ്ടു. ഞാൻ പറഞ്ഞു ഇന്നലെ എന്തില് കണ്ടു അല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ മതിയായി, കുറെ ആയില്ലേ. ഇപ്പം കണ്ണൻ പറഞ്ഞ മാതിരി 85 ജനുവരിയിൽ കണ്ണൻ തുടങ്ങി, ഞാനത് ഫെബ്രുവരി തുടങ്ങി. ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഇത് തന്നെയല്ലേ ഇതുവരെ ചെയ്തത്. എല്ലാ ഒരു ഇത് വരുമ്പോൾ നമ്മൾ പതിയെ വരുമ്പോൾ അടുത്ത ആൾക്കാർ കയറി വരണമല്ലോ, സ്വാഭാവികം. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇപ്പൊ പറഞ്ഞ മാതിരി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരൊക്കെ വരുന്നു എന്നുള്ള ഒരു പ്രലോഭനത്തിനാണല്ലോ നമ്മളും കൂടെ ഷോയിലൊക്കെ വരുന്നത്. അപ്പം ഇപ്പോഴത്തെ വാർത്ത ഇതിലൊക്കെ വരുമ്പോൾ ഇപ്പൊ സൈബർ ആക്രമണങ്ങളൊക്കെ കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാ വാർത്താ അവതാരകരും അതുപോലെ ചീത്ത വിളി കേൾക്കുമ്പോൾ താഴെ വന്ന് പറയും, ഓ ഈ മുഴുവൻ ചാനലൊക്കെ പിരിച്ചിട്ട് ആ ദൂരദർശൻ മതിയായിരുന്നു കൃത്യമായിട്ട്. ഞാനിത് ഓർക്കുന്നുണ്ട്. ഈ RJs നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേ ശബ്ദവും, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആവശ്യത്തെ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു വിവാദ നായികയായിരുന്നു ചേച്ചി. വായിച്ചോണ്ടിരിക്കുമ്പോ ഹാങ് ചെയ്തിരുന്ന ഒരു ലൈറ്റ് പൊട്ടിത്തെറിച്ചു. അപ്പൊ എന്തോ കത്തുന്നുണ്ടെന്നുള്ള എനിക്കറിയാം, കാരണം സ്ക്രിപ്റ്റിന്റെ പുറത്ത് ചാരം വീഴുന്നുണ്ട്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. ട്രെയിൻ ഗതാഗതവും മുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് വേണ്ടി വായിക്കാൻ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് സെറ്റ് ആവില്ല. നിങ്ങൾ ഈ പറയുന്ന അല്ലെന്നേ നമ്മൾ പറയുന്ന ന്യൂസ്. ന്യൂജൻ വാക്കുകൾ ഇതെന്ത് കോപ്പാന്നൊക്കെയുള്ള മട്ടിൽ ഇതൊരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പകരം വന്നത് ഏതോ അതിപ്രശസ്തയായ ഏതോ നടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെന്തായാലും ഞാൻ വഴക്കൊന്നും കേട്ടില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ മെമ്മോയ്ക്ക് ഉത്തരം കൊടുത്തു. കൊല്ലത്ത് ഒരു ഷൂട്ട് നടന്നു. അന്ന് എന്നെ അതിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. ഓടി തിയേറ്ററിലൊക്കെ വന്നു. എൻ്റെ മോന് അവൻ 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാം. ഈ സെമിത്തേരി ഭയങ്കര പേടിയായിരുന്നു. ഇവരുടെ കൂടെ വരുമ്പം സെമിത്തേരിയുടെ അമ്മ പേടിയാ എന്ന് പറയുന്നു. അവനിപ്പോൾ അതിനകത്ത് കിടക്കാൻ, അവൻ അതിനകത്ത് ഇട്ടിട്ട് ഞാനങ്ങനെ പോകും വീട്ടിലേക്ക്. ഇവരവിടെ നിൽക്കും. ആ സമയത്ത് നമ്മൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്തും പറയാം. ചിലപ്പം ഉള്ളിൽ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും കാലത്തായിരിക്കും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ വരുമ്പം ഓക്കെ പറയും എന്ന് ചോദിക്കാൻ പറ്റുമല്ലേ നമുക്ക്. ഇപ്പം